കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഒരു വചനം എൻ്റെ ഹൃദയത്തിൽ കർത്താവ് പ്രകാശിപ്പിച്ചത് കമ്പിവാചകം പോലെ പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അത് വളരെ മനോഹരമായ ഒരു വചനമാണ്. സത്യവേദ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സബ്ജക്റ്റിനെ കുറിച്ച് 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ 3 കാര്യങ്ങൾ വലുതാണ്. അതിൽ വലിയത് സ്നേഹത്തെ കുറിച്ചാണ്. ഈ 3ഉം തതുല്യമായ ഗഹനമായ വിഷയങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരു വിഷയം എൻ്റെ ഹൃദയത്തിൽ വന്നത് 1 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണത്തിൽ സ്തോത്രം ദൈവത്തിൻ്റെ ശുശ്രൂഷകനുമായ തിമോഥെയോസിനെ അയച്ചു. തെസ്സലോനിക്ക സഭ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു എന്ന് പൗലോസ് ഗ്രഹിച്ചിട്ട് ആ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് അവരെ ദൈവവചനം കൊണ്ട് പ്രബോധിപ്പിച്ച് അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് അവരെ നല്ല ആത്മികരാക്കി, നല്ല കറതേറുന്ന ആത്മികരാക്കി നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ പുതിയ നിയമസഭയുടെ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഹൃദയത്തിൽ ഒരു താല്പര്യം തോന്നി. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഈ കഷ്ടത്തിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും. എന്തിനാ സ്ഥിരപ്പെടുത്തുന്നത്? വിശ്വാസത്തിൽ നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകനുമായ തിമോഥെയോസിനെ അയച്ചു. പൗലോസിൻ്റെ അരുമ ശിഷ്യനാണ്. ശിഷ്യന്മാരിൽ ഒരാളാണ് തിമോഥെയോസ്. ഏറ്റവും അടുത്ത ശിഷ്യനാണെന്ന് വേണമെങ്കിൽ പറയാം. തൻ്റെ നിര്യാണ കാലം 2 തിമോഥെയോസിൽ താൻ പറയുന്നുണ്ട്. നിജപുത്രൻ ഓൺ സൺ എന്നുള്ള നിലയിൽ അതിൻ്റെ പഠനം. സ്വന്തം മകൻ, സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിക്കപ്പെട്ട മകൻ. ആ മകനെ എന്ത് ചെയ്തു? തെസ്സലോനിക്ക സഭയിലുള്ള വിശ്വാസികൾ കഷ്ടത്തിൽ കുലുങ്ങിപ്പോകാതെ, തളർന്നു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, ക്ഷീണിച്ചു പോകാതെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ, പ്രത്യാശയിൽ നിലനിൽക്കുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ അവരെ പ്രബോധിപ്പിച്ച് അവരെ വചനം കൊണ്ട് പോഷിപ്പിക്കുവാൻ പൗലോസ് തിമോഥെയോസിനെ തെസ്സലോനിക്കയിലേക്ക് അയച്ചു. ഇന്ന് ഫണ്ട് റേസ് ചെയ്യാനായിട്ടൊക്കെ സഭയിൽ പാസ്റ്റർമാരെ അയക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോകുന്ന പാസ്റ്റർമാർ വിശ്വാസത്തിൽ ഉറപ്പിക്കാനൊന്നുമല്ല പോകുന്നത്, ഫണ്ട് റേസ് ചെയ്യാനാണ് പോകുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഞാൻ പറയാം, ചുമ്മാ പറയല്ല. വിദേശത്ത് പോകുന്ന പാസ്റ്റർമാരിൽ 99.4% അവർ ഫണ്ടുണ്ടാക്കാൻ വേണ്ടി പോകുന്നവരാണ്. എനിക്ക് 2 ചാൻസ് ഉണ്ടായിട്ട് ഞാനത് മാറ്റിവെച്ച ആളാണ്. കാരണം അത് നിയോഗമായിട്ട് എനിക്ക് തോന്നിയില്ല, ദൈവഹിതമാണെന്ന് തോന്നിയില്ല, കർത്താവ് നടത്തുന്നതായിട്ട് തോന്നിയില്ല. 1-2 സഹോദരന്മാർക്ക് അവർ ആഗ്രഹം ഒരു ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു. 1-2 പേര് പറഞ്ഞു, ഇങ്ങനെ നമുക്ക് പോകണ്ടേ, നമുക്കൊന്ന് പോയി കുറച്ച് നാൾ ചുഴി. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. 1 കേസ് മൂളിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തരുമായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, നമ്മൾ സഭകളിൽ ശുശ്രൂഷിക്കാനായിട്ട് പോകുമ്പോൾ അവിടെ പോകുന്നതിൻ്റെ ഗോള്, ലക്ഷ്യം, വിദേശത്താണെങ്കിൽ വിദേശത്ത്, സ്വദേശത്താണെങ്കിൽ സ്വദേശത്ത്, എവിടെയെങ്കിലും ഒരു കൂട്ടായ്മയിൽ നമ്മൾ വിളിച്ചാൽ അവിടെ പോകുന്നതിൻ്റെ ലക്ഷ്യം ഭൗതികമായിരിക്കരുത്. അവിടെയുള്ള വിശ്വാസികളെ വചനത്തിൽ ഉറപ്പിക്കാനാണ്. ഏത് കഷ്ടതയുടെ തീച്ചൂളയിലൂടെയും അവർ കടന്നു പോകുമ്പോൾ അവരെ ദൈവവചനത്തിൽ ഉറപ്പിച്ച് അവരെ പ്രത്യാശാ നിർഭരമായൊരു ക്രിസ്ത്യ ജീവിതം നയിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ, അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ, ദൈവവചനം കൊണ്ട് അവരെ പ്രബോധിപ്പിക്കാനാണ് പാസ്റ്റർമാർ ശ്രമിക്കേണ്ടത്. ഇന്ന് നിർഭാഗ്യമെന്ന് പറയട്ടെ, അങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ സ്വത്രം മാറ്റം വന്നിരിക്കുന്നു. അത് ചക്രം ഉണ്ടാക്കണം, എന്തെങ്കിലും നേടണം. സ്വത്രം അതിനുവേണ്ടിയുള്ള പരക്കം പാച്ചിലാണ്.
ഞാൻ ഈ അപ്പോസ്തലന്മാരുടെ ഇടയിലെ ശുശ്രൂഷ രീതികളൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അതിലൊന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. പൗലോസ് തിമോഥെയോസിനെ തെസ്സലോനിക്ക സഭയിലേക്ക് അയച്ചു. എന്തിനാ അയച്ചത്? കഷ്ടത്തിലിരിക്കുന്നവരെ ദൈവവചനം കൊണ്ട് ഉറപ്പിച്ച്, വിശ്വാസത്തിൽ ഉറപ്പിച്ച്, അവരെ കരുത്തന്മാരായ, ശക്തന്മാരായ ദൈവമക്കളാക്കി തീർക്കുവാൻ പൗലോസ് തിമോഥെയോസിനെ തെസ്സലോനിക്കയിലേക്ക് അയക്കുക. ഹല്ലേലൂയ. ഇന്നത്തെ യാത്രകളും ഇന്നത്തെ ശുശ്രൂഷകളും കണ്ട് ഞാൻ അന്താളിച്ച് നിൽക്കുക അവരർത്ഥത്തിൽ. കാരണം റേറ്റ് പറഞ്ഞ് പ്രസംഗിക്കുന്ന പാസ്റ്റർമാർ ഞങ്ങൾക്ക് ഇത്ര വേണമെന്ന് പറയുന്നത് ഇവരെന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനാ. ഒന്ന് ഊതുമ്പോൾ 4 കരണം മറിയുന്നവനൊക്കെ എന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനാ. ദുരുപദേശം പറഞ്ഞ് പറഞ്ഞ് വചനത്തിൻ്റെ സത്യങ്ങളെ കോട്ടിക്കളഞ്ഞ് കൂട്ടിയേർത്ത് മറിച്ചു കളഞ്ഞ് വ്യാജ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവർ എന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനാ. എനിക്ക് അതിശയം തോന്നാറുണ്ട്. കോട്ടയം ഞാൻ അവിടെ നിൽക്കുന്നില്ല. തെസ്സലോനിക്ക സഭയെ പൗലോസ് വിശ്വാസത്തിൽ ബലഹീന സഹോദരങ്ങളെ, കഷ്ടത്തിലായിരിക്കുന്നവരെ, ഈ കഷ്ടങ്ങളിൽ കണ്ടോ, കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ, വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കാനുമായി നമ്മുടെ സഹോദരനായ തിമോഥെയോസിനെ, ക്രിസ്തുവിൻ്റെ ദാസനെ എന്ത് ചെയ്തിരിക്കുക? ഞാൻ അയച്ചു. തിമോഥെയോസിനെ ഞാൻ അയച്ചു. എന്നിട്ട് പറയുന്ന ദൂതെന്താ? അടുത്ത ദൂത് കേട്ടോ, അടുത്ത വചനം കേട്ടോ. കഷ്ടം അനുഭവിക്കുവാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടി ഇരുന്നപ്പോൾ മുൻകൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. അവണ്ണം തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു. അപ്പം കഷ്ടം അനുഭവിക്കാൻ നാം നിയമിക്കപ്പെട്ടവരാണ്. അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടവരാണ്. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിൽ നാം പ്രശംസിക്കേണ്ടവരാണ്. കഷ്ടത ഒരു കൃപാവരമായിട്ട് തന്നിരിക്കുന്നു എന്ന് വചനം പറയുന്നു. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അപ്പം ദൈവമക്കൾക്ക് അനുസരണം പഠിച്ച് തികയാൻ കഷ്ടത അനിവാര്യമാണ്. ആ കഷ്ടതയെ ശാസിക്കുകയോ തർജ്ജനം ചെയ്യുകയോ അല്ല ചെയ്യേണ്ടത്. മറിച്ച് കഷ്ടതയുടെ നടുവിലൂടെ ക്രിസ്തു ജീവിതം നയിച്ച് ക്രിസ്തുവിൽ തികഞ്ഞവരായി വരിക, ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തപ്പെടുക, വിശ്വാസത്തിൽ ഉറയ്ക്കുക, വിശ്വാസത്തിൽ ബലപ്പെടുക, കരുത്തന്മാരായ ദൈവമക്കളായി നമ്മൾ തീരുക. ഇതാ വേണ്ടത്. ആ അധ്യായത്തിൽ നിന്ന് തന്നെ ഞാൻ ചില കാര്യങ്ങൾ പറയാൻ കർത്താവിൽ ശരണപ്പെടുക. ഞാൻ 3-ാം വാക്യം. ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെയായി പോയോ എന്ന് ഭയപ്പെട്ടു. ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ചു. തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ വസ്തുത അറിയേണ്ടതിന് പൗലോസ് ആളയച്ചിരിക്കുക. ഇന്നങ്ങനെയൊക്കെയാണോ? വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടതിനാണോ പാസ്റ്റർമാരുടെ ശ്രമം? ഓരോ സഭയുടെയും വിശ്വാസികളുടെ ആത്മീക നിലവാരത്തിൻ്റെ ആ ഗുണകരമായ അവസ്ഥകൾ അറിയാൻ വേണ്ടിയാണോ ശുശ്രൂഷന്മാർ സ്തോത്രം ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നത്? അതാണോ അവരുടെ ലക്ഷ്യം? 10 ചക്രം ഉണ്ടാക്കുക എന്നുള്ളതല്ലേ? ഏറ്റവും കൂടുതൽ ഗൾഫ് വിശ്വാസികളുള്ള സഭയിലേക്കൊരു ട്രാൻസ്ഫർ തരാൻ വേണ്ടി കോഴ കൊടുത്ത് ട്രാൻസ്ഫർ മേടിച്ച് പോകുന്ന പാസ്റ്റർമാർ എങ്ങനെ വിശ്വാസികൾ നന്നാവും? എങ്ങനെ വിശ്വാസികൾ നിത്യത പ്രാപിക്കാനിടയായിത്തീരും? എങ്ങനെ വിശ്വാസികൾ വിശ്വാസത്തിൽ ഉറയ്ക്കും? എങ്ങനെ വിശ്വാസത്തിൽ വളരും? എങ്ങനെ വിശ്വാസത്തിൽ ബലപ്പെടും? ഇവിടെ ഇതാ വിശ്വാസത്തിൻ്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ചു. ഇപ്പോഴോ തിമോഥെയോസ് നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റി ഞങ്ങൾ നിങ്ങളെ കാണുവാൻ വാഞ്ചിച്ചതുപോലെ നിങ്ങൾ ഞങ്ങളെയും കാണുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്ന് ഞങ്ങളോട് സദ്വർത്താനം അറിയിച്ച കാരണത്താൽ സഹോദരന്മാരെ, ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. തിമോഥെയോസിൻ്റെ പ്രബോധനം കൊണ്ട് തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികൾ വിശ്വാസത്തിൽ ബലപ്പെട്ടു.
അത് കണ്ട് അപ്പോസ്തലൻ ആശ്വാസം പ്രാപിച്ചു. 7-ാം വാക്യത്തിൽ 1 തെസ്സലോനിക്കർ 3:7 എങ്ങനെ ഇരിക്കുന്നു ആത്മീയ നിലവാരം? തെസ്സലോനിക്കയിലെ വിശ്വാസികളെ പ്രബോധിപ്പിക്കുവാൻ, അവരുടെ കഷ്ടത്തിൽ അവരെ ബലപ്പെടുത്തുവാൻ, അവരെ കഷ്ടതയിൽ അവരെ വചനത്തിൽ ഉറപ്പിക്കുവാൻ, കരുത്തന്മാരാക്കി മാറ്റുവാൻ പൗലൂസ് തിമോഥെയോസിനെ അയച്ചിട്ട് 7-ാം വാക്യത്തിൽ പറയുന്നു, സഹോദരന്മാരെ, ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. കാരണം എന്താ? അവർ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു. ഇന്ന് വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് നിൽക്കുന്ന എത്ര പേരുണ്ട്? വിശ്വാസം എന്നുള്ള എന്താ അതിൻ്റെ അർത്ഥമാക്കുന്നത്? വിശ്വാസം എന്നത് ആശിക്കത്തിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ഈ ആത്മീയ അനുഭവം എത്ര പേർക്കുണ്ട്? ഹല്ലേലൂയ. വളരെ ചിന്തനീയമായ ഒരു വിഷയമാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് കർത്താവിൽ സംസാരിക്കാനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ശ്രദ്ധയോടെ കേട്ടാലും. സ്തോത്രം. അടുത്ത 8-ാം വാക്യത്തിൽ, നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. അപ്പം നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ജീവിക്കുക, ശക്തിയോടെ ഞങ്ങൾ ജീവിക്കുക. നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ ചൊല്ലി ഞങ്ങൾ സന്തോഷിക്കുന്ന സകല സന്തോഷത്തിനും തക്കതായ ദൈവത്തിന് എന്തൊരു സ്തോത്രം പറയുവാൻ ഞങ്ങളാൽ കഴിയും. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. ഒരു പ്രധാന വിഷയത്തിലേക്ക് പൗലോസ് വിരൽ ചൂണ്ടുക. എന്താ? ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. തെസ്സലോനിക്കയിലെ വിശ്വാസികളെ ഓർത്ത് പൗലോസും സഹശുശ്രൂഷകന്മാരും പ്രാർത്ഥിക്കുന്നു. എന്താ കാര്യം? വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പാൻ, അവരെ വിശ്വാസത്തിൻ്റെ ബലഹീനത മാറ്റി, അവരെ വിശ്വാസത്തിൻ്റെ കുറവുകൾ മാറ്റി വിശ്വാസത്തിൽ ഉറപ്പിച്ച് വലിയ വിശ്വാസമുള്ള ദൈവമക്കളായി തീരുവാൻ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പാസ്റ്റർമാരുടെ പ്രാർത്ഥന എന്തിനാ? ജോലി കിട്ടാൻ, വീട് കിട്ടാൻ, കാറ് കിട്ടാൻ, ലോറി വാങ്ങാൻ, വണ്ടി വാങ്ങാൻ എന്ന് വേണ്ട ലോകത്തിൻ്റെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാൻ തലയറഞ്ഞ് കിടന്ന് പ്രാർത്ഥിക്കുന്ന പാസ്റ്റർമാരുടെ ഒരു വലിയ നിരയായി നമ്മുടെ ആത്മീയ ഗോളം അതപ്പതിച്ച് ജീർണിച്ചു പോയി എന്ന് പറയുന്നതിൽ വേദനയുണ്ട്. പൗലോസ് ഇന്ന് രാവിലെ ഞാനൊരു വാക്യം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്, ഞങ്ങളെ അനുകരിപ്പിൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃപ്രകാരം നടക്കുന്നവരെ കുറിക്കൊള്ളുവിൻ. നമുക്ക് കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരെ അനുകരിക്കാം. അതാണ് ഏറ്റവും ബെസ്റ്റ് മാതൃക. ഇന്ന് കാണുന്ന ഒരൊറ്റ പാസ്റ്റർമാരെ അനുകരിക്കാൻ പറ്റത്തില്ല. കാരണം അനുകരിക്കാൻ കൊള്ളാവുന്നൊരു തുലവും കുറവാ. ബഹുഭൂരിപക്ഷം അനുകരിക്കാൻ കൊള്ളരുതാത്തവരാ. ആ നിലവാരത്തിലേക്ക് ആത്മീയഗോളം തകിടം മറിഞ്ഞിരി പോയി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ, ശിഷ്യന്മാർ, അവരെ നമുക്ക് അനുകരിക്കാൻ സ്തോത്രം ഏറ്റവും നല്ല മാതൃകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ആശ്വാസം പ്രാപിച്ചു. സ്തോത്രം. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ ചൊല്ലി ഞങ്ങൾ സന്തോഷിക്കുന്ന സകല സന്തോഷത്തിനും തക്കതായ ദൈവത്തിന് എന്തൊരു സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളാൽ കഴിയും. എന്നിട്ടാണ് ആ 10-ാം വാക്യം പറയുന്നത്, ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു വരുന്നു. വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പാൻ പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകന്മാർ, സഭയുടെ വിശ്വാസികൾ വിശ്വാസം വർദ്ധിച്ചു വരുവാൻ, വിശ്വാസത്തിൽ ബലപ്പെടുവാൻ, വിശ്വാസത്തിൽ കരുത്തന്മാരായി മാറുവാൻ, വിശ്വാസത്തിൻ്റെ സന്തതികളായി മാറുവാൻ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ വിശ്വാസം എന്നതും ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്ന വചനവസ്തുപ്രകാരം ആ വിശ്വാസത്തിൽ അവർ വർദ്ധിച്ചു വരുവാൻ, കരുത്തന്മാരായി തീരുവാൻ സഭ അവർക്ക് വേണ്ടി ദൈവത്തോട് നിലവിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതല്ലേ നമുക്ക് വേണ്ടത്? ഈ ആത്മീയ അനുഭവം അല്ലേ നമുക്ക് വേണ്ടത്? ഇതല്ലേ അനുകരിക്കാൻ കൊള്ളാവുന്നത്? സ്തോത്രം.
വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വരുന്നൊരു ചിന്ത നിങ്ങളുമായിട്ട് പെട്ടെന്ന് ഷെയർ ചെയ്യാം. ഞാൻ വിശ്വാസത്തിൽ വരുന്ന ആ സമയം ഇന്നേക്ക് 50 വർഷം മുമ്പാണ്. ആ 50 വർഷം മുമ്പ് എന്നോടൊപ്പം വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ച പലരും 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 ഇന്ന് വിശ്വാസകൂടത്തിലില്ല. എന്താ സംഭവിച്ചു? അവരുടെ വിശ്വാസം വർദ്ധിക്കുന്നില്ല. സ്വത്രം. അവർ വിശ്വാസത്തിൽ ബലപ്പെടുന്നില്ല, ശക്തിപ്പെടുന്നില്ല. അവർ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയി. സ്വത്രം. അവർ വിശ്വാസത്തിൽ ക്ഷയിച്ചു പോയി. സ്വത്രം. അതുകൊണ്ടാണ് അവർ തകർന്നു പോകാനിടയായി തീർന്നത്. മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. വിശ്വാസം വർദ്ധിക്കണം, പ്രത്യാശ വർദ്ധിക്കണം. പത്രോസിന്റെ ലേഖനത്തിൽ വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സൗരപ്രീതി, സൗരപ്പോട് സ്നേഹം കൂട്ടിക്കൊള്ളണം. വിശ്വാസം വർദ്ധിച്ചു വരണം. വീര്യമുള്ള വിശ്വാസം കിട്ടണം. വീര്യമുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. വിശ്വാസത്താൽ ദൈവത്തിന് പ്രാപിക്കാനുള്ള ആത്മീയ അനുഭവം നമുക്കുണ്ടാകണം. അതാണ് വിശ്വാസത്തോട് വീര്യം. വിശ്വാസത്തോട് വീര്യം എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? നിസ്സാരമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റുമോ? വീര്യമുള്ള വിശ്വാസം. ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ ഹൃദയത്തിൽ വരുന്ന ചിന്ത നിങ്ങളോട് ഷെയർ ചെയ്യാൻ കർത്താവ് ശരണപ്പെടുന്നു. എപ്പോഴും നമ്മൾ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, പുത്തരിയായിട്ടുള്ള ഒന്നുമില്ല ഇതിൽ. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ ഫെയ്ത്തിനെ കുറിച്ച് അവിടെ ശക്തമായിട്ട് പറയുന്നത്. ഹല്ലേലൂയ. അതിന് 17 മുതൽ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. അബ്രഹാമിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വിശ്വാസം എന്താ? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവം. അതാ അബ്രഹാമിൻ്റെ വിശ്വാസം. വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടാനുള്ള പ്രധാന കാരണം അതാ. മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഉണ്ടാകട്ടെ 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 എന്ന് പറഞ്ഞപ്പോൾ സകലത്തെയും വാക്കുകൊണ്ടുളവാക്കിയ ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമ്മൾ കാണാതെ പോകരുത്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ഹല്ലേലൂയ. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അതങ്ങനെ സംഭവിച്ചു. ദൈവം ആകാശത്തിന് കീഴിൽ വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. പകലും രാവും തമ്മിൽ വേർതിരിയുവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുവാനായും ഉതകട്ടെ. ഭൂമിയെ പ്രകാശിപ്പിക്കുവാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ, ഭൂമിയുടെ മീതെ ആകാശത്തിൽ പറവജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവിൻ, പറവജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. സ്തോത്രം. ദൈവം വലിയ തീമംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടം കൂട്ടമായി ചരിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പറവജാതികളെയും സൃഷ്ടിച്ചു. നല്ലതെന്ന് കണ്ടു. നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവിൻ പറവജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു.
ദൈവം അവയെ അനുഗ്രഹിച്ചു. അങ്ങനെ സംഭവിച്ചു. ഹല്ലേലൂയ. അതത് തരം കന്നുകാലികൾ, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഈ ഉൽപ്പത്തി പുസ്തകമൊക്കെ വായിക്കാത്തവർ കാണുമായിരിക്കും. ദൈവം കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. ഇവിടെ ഈ 4:17 എന്താ പറയുന്നത്? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവമാണെന്ന് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. വിശ്വാസികളുടെ പിതാവായി അബ്രഹാം അറിയപ്പെടാനുള്ള പ്രധാന കാരണം ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവം, മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവം എന്നവൻ വിശ്വസിച്ചു. സ്തോത്രം. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളിയിരിക്കുന്ന പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരുദ്ധമായി ആശയോടെ വിശ്വസിച്ചു. വിശ്വാസത്തിന്റെ 2-ാം പടി അവിടെ കാണാൻ കഴിയുന്നത്, അവർ ഏകദേശം 100 വയസ്സുള്ളവനായാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വിശ്വാസത്തിന്റെ 3-ാമത്തെ പടി 4. സ്തോത്രം. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ഫെയ്ത്ത് എന്നുള്ള വിഷയം പറയുമ്പോൾ ഇത് തൊടാതിരിക്കാൻ പറ്റത്തില്ല. കാരണം വിശ്വാസികളുടെ പിതാവിൻ്റെ ആ വിശ്വാസത്തിൻ്റെ ആ അവസ്ഥയെക്കുറിച്ച് ഒരല്പം പ്രബോധനമായി പറഞ്ഞില്ലെങ്കിൽ അത് വളരെ സങ്കടകരമാണ്. 4 കാര്യങ്ങൾ: മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവമുണ്ടെന്ന് വിശ്വസിച്ചു. 2, താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന ആശയ്ക്ക് വിരുദ്ധമായി ആശയോടെ വിശ്വസിച്ചു. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ബഹുജാതികൾക്ക് പിതാവാകുമെന്നും വിശ്വസിച്ചു. സ്തോത്രം. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും. മക്കളെ, ഞാനിതൊക്കെ പറഞ്ഞു പോകുമ്പോൾ നിർത്തി പറയേണ്ട കാര്യങ്ങളാണ്. ഒരു സന്തതി ഉണ്ടാകുമെന്ന് ദൈവം കൽപ്പിച്ചു, വാഗ്ദത്തം കൊടുത്തു. പക്ഷെ ഇവിടെ പറയുന്നു, വചനം പറയുന്നു, സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ ഇനി ഒരു സന്തതി ജനിക്കില്ലെന്ന ഒരു സർട്ടിഫിക്കറ്റ് എഴുതി തരും ലെറ്റർ പാഡിലെ. ആ അവസ്ഥയിലാണ് സാറയുടെ ജീവിതം. അവളുടെ ഗർഭപാത്രത്വത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, വിശ്വാസത്തിൽ ഉറച്ചു. എങ്ങനെ ഇരിക്കും നമ്മുടെ വിശ്വാസം? വിശ്വാസത്തിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കാൻ പൗലോസ് തിമത്യോസിനെ തെസലോനിക്ക സഭയിലേക്ക് അയച്ച് പ്രബോധിപ്പിക്കുക. ആരും കുലുങ്ങിപ്പോകരുത്. നമ്മുടെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ വിശ്വാസം പണ്ടത്തെ വിശ്വാസം തന്നെയാണോ ഇപ്പോൾ? വിശ്വാസം വളരുന്നുണ്ടോ? വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ? ബാങ്ക് ബാലൻസ് വർദ്ധിക്കുന്നുണ്ട്, ബിസിനസ്സൊക്കെ പുരോഗമിക്കുന്നുണ്ട്, മക്കളൊക്കെ വിദേശത്ത് പോകുന്നുണ്ട്, ഇഷ്ടം പോലെ കാശൊക്കെ അയച്ചു തരുന്നുണ്ട്. യൂറോ ഡോളറും ഡോളറും റിയാലും പൗണ്ടും അതും ഇതൊക്കെ അവിടെ നിന്നൊക്കെ ഇഷ്ടം പോലെ അയക്കുന്നുണ്ട്. എല്ലാം നല്ല കാര്യം തന്നെ. വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ? വിശ്വാസത്തിൽ ശക്തിപ്പെടുന്നുണ്ടോ? വിശ്വാസത്തിൽ ഉറയ്ക്കുന്നുണ്ടോ? ഹല്ലേലൂയ. വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാനായിട്ട് അബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ടായ 4 പ്രധാന വിഷയങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിരത്തി വെച്ചത്. എങ്ങനെ ഇരിക്കും നമ്മുടെ വിശ്വാസം? അതേ വിശ്വാസം നമുക്ക് കിട്ടും. ഞാൻ ഈ കൊരിന്ത്യർ ലേഖനം പഠിച്ചു വരുമ്പോൾ വിശ്വാസം കൃപാപരമായിട്ട് നമുക്ക് തരും കർത്താവ്. വിശ്വാസം കൃപാപരമായിട്ട് നമുക്ക് കിട്ടും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം കർത്താവേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം കർത്താവേ, എനിക്ക് വലിയ വിശ്വാസം തരണം കർത്താവേ, വിശ്വാസത്തിൻ്റെ കാൽച്ചുവടുകൾ മുമ്പോട്ട് വെച്ച് കർത്താവിൻ്റെ വേലിൽ മുമ്പോട്ട് പോകാൻ കൃപ തരണം കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പല പ്രതികൂലങ്ങളും പല പ്രശ്നങ്ങളും മുൻപിൽ വരുമ്പോൾ വിശ്വാസത്താലുള്ള കാൽച്ചുവട് വെച്ചാണ് മുമ്പോട്ട് പോകുന്നത്. കർത്താവിനെ നടത്തും. അവൻ വിശ്വസ്തനാണ്. ഞാൻ അവിശ്വസ്തനായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. അതാ പൗലോസ് പറയുന്നത്. നമ്മളിൽ കുറവുകളുണ്ട്, നമ്മളിൽ കുറ്റങ്ങളുണ്ട്, നമ്മൾ ബലഹീനരുണ്ട്. ഈ ജഡശരീരത്തിലിരിക്കുമ്പോൾ ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ് നടന്നിരിക്കുന്നത്. എന്നാൽ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കുന്നവരെയും
നാം നമ്മിൽ പാപമില്ലെന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. യാക്കോബ് പറയും, നാം പലതിലും തെറ്റിപ്പോകുന്നു. തെറ്റുകൾ, കുറ്റങ്ങൾ, ബലഹീനതകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ആ സമയം അതെല്ലാം കണ്ട് ശുദ്ധീകരണത്തോടെ കർത്താവിൻ്റെ വചനത്താലും രക്തത്താലും ആത്മാവിനാലുള്ള ശുദ്ധീകരണം പ്രാപിച്ച് ഓരോ ദിവസവും മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ ബലപ്പെടുവാൻ, ശക്തിപ്പെടുവാൻ നമുക്ക് കഴിയും. 75 വയസ്സിലാണ് അബ്രഹാമിന് വാഗ്ദത്തം കിട്ടുന്നത്. വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കുന്നത് 100 വയസ്സിലാണ്. നീണ്ട 25 വർഷം ദൈവം കൊടുത്ത വാഗ്ദത്ത ഹൃദയത്തിൽ താലോലിച്ച് എന്ത് ചെയ്തു? അവൻ മരിച്ചവരെ ജീവിപ്പിക്കുക, ഇല്ലാത്തതിനുള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവമെന്ന് അവൻ വിശ്വസിച്ചു. സ്തോത്രം. കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരുദ്ധമായി ആശയോടെ വിശ്വസിച്ചു. സ്തോത്രം. അടുത്ത വാക്യമാ പ്രധാനം. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജ്ജീവമായി പോയതും സാരയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജ്ജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസം വരാതെ, സംശയം വരാതെ, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് വാഗ്ദത്തം ലഭിച്ച 75 വയസ്സ് മുതൽ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കുന്നത് 100 വയസ്സ് വരെ വിശ്വാസത്തോടെ അബ്രഹാം മുന്നോട്ട് യാത്ര ചെയ്തു. അവൻ്റെ വിശ്വാസം വർദ്ധിച്ചു കൊണ്ടിരുന്നു. വിശ്വാസത്തിന് ക്ഷീണം സംഭവിക്കാതെ അവൻ നോക്കി. വിശ്വാസത്തിന് കോട്ടം സംഭവിക്കാതെ അവൻ നോക്കി. വിശ്വാസത്തിൽ ബലപ്പെട്ടുകൊണ്ടിരുന്നു. ദൈവമേ, എത്ര മനോഹരമായൊരു അനുഭവമാണ് ഇത് പറയുമ്പോൾ. എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം കിട്ടിയില്ലെങ്കിലും ഞാൻ ചിന്തിച്ചു പോവുക. നമ്മുടെ വിഷയങ്ങൾ അതല്ല, വേറെ വിഷയങ്ങളായിരിക്കാം. ആ വിശ്വാസം, ഫെയ്ത്ത് എന്നുള്ളത്, വിശ്വാസത്തിൻ്റെ ഒരു നിർവചനം എബ്രായർ 11:1 വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. നിശ്ചയമാണ്. അത് നമുക്ക് കിട്ടണം പ്രിയമുള്ളവരെ. ക്രിസ്ത്യ ജീവിതം അനുഗ്രഹമായി തീരണമെങ്കിൽ ഈ കൃപ നമുക്കുണ്ടാകണം. ഈ ഉഷരഭൂമിയിൽ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പോരാട്ടങ്ങളും വെല്ലുവിളികളും സഹിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ വിശ്വാസത്തിൽ ഇടറിപ്പോകാതെ, ക്ഷീണിച്ചു പോകാതെ, പുറകോട്ട് പോകാതെ മുമ്പോട്ട് കുതിക്കുവാനുള്ള ദൈവകൃപ കർത്താവ് നമുക്ക് തരണതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്. കണ്ട ചക്കയ്ക്കും മാങ്ങയ്ക്കും തേങ്ങയ്ക്കും ലോകത്തിലെ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കിടന്ന് തലയെറിഞ്ഞ് പ്രാർത്ഥിച്ച് അതെല്ലാം പ്രാപിച്ച് വിശ്വാസം നഷ്ടപ്പെട്ട്, പ്രത്യാശ നഷ്ടപ്പെട്ട്, ആത്മീയ അനുഭവങ്ങളെ ബലികടിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികളുടെ ഒരു വലിയ സമൂഹമായി പെന്തക്കോസ്ത് സമൂഹം അധപ്പതിച്ച് തീർന്നിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളോട് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയുന്നു, വിശ്വാസം വർദ്ധിപ്പിച്ചു തരാൻ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വാസം കൃപാവരമായി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എത്ര മനോഹരമായ ഒരു സന്ദേശമാണ് ഇന്ന് രാത്രി കർത്താവ് എനിക്കും നിങ്ങൾക്കും തരുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ മുഖം കാണുവാൻ ഞാൻ തെസ്സലോനിക്കയിൽ വന്ന് ഞാൻ കൺക്ലൂഷൻ ചെയ്യാൻ താല്പര്യപ്പെടുക. നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും താല്പര്യത്തോടെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന വിശ്വാസത്തിൻ്റെ കുറവ് തീർക്കാൻ, ബാങ്ക് ബാലൻസ് വർദ്ധിക്കാനല്ല, തോട്ടങ്ങൾ വാങ്ങിയിടാനല്ല, വലിയ വലിയ കാറും വീടും വാങ്ങി ബംഗ്ലാവൊക്കെ വാങ്ങി ഈ ഭൂമിയിൽ ഭൗതികം വാരി കോരി കൂട്ടാനല്ല പ്രാർത്ഥന. വിശ്വാസം വർദ്ധിച്ചു വരാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യാശ വർദ്ധിച്ചു വരാൻ പ്രാർത്ഥിക്കുന്നു. ആത്മീക സന്തോഷം വർദ്ധിക്കാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കാൻ, കൃപ പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നു. നീതിയുടെയും കൃപാദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയുടെ സമൃദ്ധിയിലേക്ക് വരാൻ പ്രാർത്ഥിക്കുന്നു. ഞാനൊരു കാര്യം തറപ്പിച്ച് പറയാൻ ഇന്ന് തൽക്കാലം ആഗ്രഹിക്കുക. പഴയ നിയമം വിഭാവന ചെയ്യുന്നത് മുഴുവൻ ഭൗതിക അനുഗ്രഹത്തെ കാണിക്കുന്നു. അബ്രഹാം, ഇസ്ഹാക്ക് അവരെല്ലാം സമ്പന്നനായിരുന്നു. അബ്രഹാമിനെ കുറിച്ച് ഉൽപ്പത്തി 13 പറയുന്നത്, സ്തോത്രം, ഞാൻ നിങ്ങളെ വേണമെങ്കിൽ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ചിലർക്കൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അവരൊന്ന് ഗ്രഹിച്ചോട്ടെ. ഉൽപ്പത്തി 13 എൻ്റെ ഓർമ്മ. 13 അബ്രഹാമിനെ കുറിച്ച് പറയുന്ന ഒരു വേദഭാഗം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടോണേ. ഇങ്ങനെ അബ്രഹാമും ഭാര്യയും അവളുള്ളതൊക്കെയും
അവനോടുകൂടി ലോത്തും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്ന് കന്നുകാലി വന്നു കന്നുകാലി, വെള്ളി, പൊന്ന്, ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. അബ്രഹാമിൻ്റെ സമ്പത്ത് ആര് കൊടുത്തതാ? അതൊക്കെ പഠിക്കണം നമ്മൾ. അബ്രഹാമിൻ്റെ സമ്പത്ത് അവനെങ്ങനെ കിട്ടി? അത് വളഞ്ഞ വഴിയിലൂടെ കിട്ടിയതാ. സ്തോത്രം. ഞാൻ അതിനെക്കുറിച്ച് ഒരു 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 സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. അത് വേറൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. സ്തോത്രം. അബ്രഹാം ഭാര്യയും ഉള്ളതൊക്കെയും ലോത്ത് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു. അബ്രഹാമിൻ്റെ ഭാര്യയെ മിസ്രയീമിലേക്ക് പിടിച്ചുകൊണ്ട് പോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ സമ്പത്ത് മുഴുവൻ ആ ഭാര്യ കൊടുത്ത സമ്പത്തൊക്കെയാണ് തിരിച്ചുകൊണ്ട് വരുന്നത്. അബ്രഹാം അധ്വാനിച്ചുണ്ടാക്കിയതല്ലത്. വേദശാസ്ത്രിമാർ പറയുന്നത് അങ്ങനെയാണ്. ഞാനിതിനെക്കുറിച്ച് ഈയിടയ്ക്കാണ് അത് ഗ്രഹിക്കാനിടയായത്. അബ്രഹാമിന് കിട്ടിയ സമ്പത്ത് അബ്രഹാമിൻ്റെ ഭാര്യ സാറയെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ നമുക്ക് സംഭവങ്ങളൊക്കെ അറിയാം. വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ദൈവം ആ പിടിച്ചുകൊണ്ട് പോയവരെ ദണ്ഡിപ്പിക്കാൻ നോക്കി. അവരവസാനം നീ എന്തുകൊണ്ട് എൻ്റെ ഭാര്യ, അബ്രഹാം എന്ത് ചെയ്തു? കള്ളം പറഞ്ഞു, എൻ്റെ പെങ്ങളെന്ന് പറഞ്ഞു. അവസാനം അബ്രഹാമിന് അവർ ശാസിക്കുന്ന കാണാൻ കഴിയും. തിരിച്ചു പോരുമ്പോൾ വെള്ളി, പൊന്ന്, സമ്പത്തെല്ലാം കൊണ്ടുപോരുക. എന്തൊക്കെസാർ പറയും അബ്രഹാം സമ്പന്നനായിരുന്നു, നമുക്ക് സമ്പന്നനാകാമെന്ന്. കള്ളപ്രവാചകന്മാരുടെ പ്രവചനം. അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം, യോബിനെ അനുഗ്രഹിച്ച ദൈവം, ഇസഹാക്കിനെ അനുഗ്രഹിച്ച ദൈവം. ഇസഹാക്ക് വിതച്ചു, 100 മേനി കൊയ്തു. ഇസഹാക്ക് കുഴി കുഴിച്ചു, ഇഷ്ടം പോലെ വെള്ളം കിട്ടി. അതുകൊണ്ട് യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊരു മുട്ടുണ്ടാകില്ല. മുട്ടുണ്ടാകും. പുതിയ നിയമത്തിലെ ഭക്തന്മാരെ നമുക്ക് മുട്ടുകൾ ഉണ്ടാകും. നമ്മുടെ തല പോകും. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ ചരിത്രം തരുന്ന പഠനം അതാ. സ്തോത്രം. പോട്ടെ, ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. കൺക്ലൂഷൻ ചെയ്യാൻ കർത്താവിൽ ശരണപ്പെടുക. സ്തോത്രം. ഇവിടെ 10-ാം വാക്യം ഒന്നുകൂടി വായിക്കുന്നു. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പാനുമായി ഞാൻ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു വരുന്നു. വിശ്വാസത്തിൻ്റെ കുറവ് തീർക്കാൻ പ്രാർത്ഥിക്കുക. പുതിയ നിയമത്തിലെ അനുഗ്രഹം യാക്കോബ് 2:5 അവൻ ദരിദ്രരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കി, സാധുക്കളായവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കി. പ്രത്യാശയുടെ സമൃദ്ധി, സന്തോഷ സമൃദ്ധി, സകല ഭയനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നത, കൃപയുടെയും നീതിദാനത്തിൻ്റെ സമൃദ്ധി. ഇതാർക്ക് വേണം പാസ്റ്ററെ? ഇതുണ്ടെങ്കിൽ അക്കരെ പോകാൻ പറ്റുള്ളൂ. കാശ് വാരി കോരിക്കുട്ടി അക്കരെ പോക്ക് നടക്കത്തില്ല. ഒട്ടകം സൂചിക്കുഴി കൂടി പോയവരേ പോകത്തുള്ളൂ. ഇവിടെ നമുക്ക് വെച്ചിരിക്കുന്ന ഇടുക്കമുള്ള വഴിയാണ്. ഇടുക്കവും ഞെരുക്കമുള്ള വഴിയിലൂടെയാണ് കർത്താവ് പോയത്, കർത്താവിൻ്റെ ശിഷ്യന്മാർ പോയത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നിങ്ങളവൻ്റെ കാൽച്ചുവട് പിന്തുടർന്ന് മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പിടിച്ച് തികഞ്ഞവനായി. ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണ്. കഷ്ടതയിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കട്ടെ. എല്ലാ വാക്കുകളെ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. സ്തോത്രം. ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുവാനുമായിട്ട് നമ്മുടെ സഹോദരനായ ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകനുമായ തിമത്യോസിനെ അയച്ചു. ഈ വചനങ്ങൾ നമ്മൾക്ക് അനുഗ്രഹമായി തീരട്ടെ. കറതീർന്ന ദൈവമക്കളായി വിശ്വാസത്തിൽ കരുത്തന്മാരായ ശക്തന്മാരായ ദൈവമക്കളായി തീരുവാൻ ചെറിയ സന്ദേശം നമുക്ക് അനുഗ്രഹവും നന്മയും വിടുതലുമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.